വളഞ്ഞ തന്നല്ലേ. ഹായ്, ഇന്ന് നമ്മളെ പരിപാടി ഈ തെങ്ങണം ഒരു വീടിൻ്റെ മൂലയിൽ കുറച്ച് മെനക്കേട് ചെറുതായിട്ട് നമ്മൾ സാധാരണ തെങ്ങ് മുറിക്കുന്ന മാതിരി തന്നെ ചെറുതായിട്ട് മുട്ടിയാക്കി ഇങ്ങോട്ട് അടിച്ച് മുറിക്കാൻ പറ്റും. അങ്ങോട്ട് ഓൾറെഡി ഇവിടെ ഒരു തൈ ഉണ്ടല്ലോ അല്ലേ. തെങ്ങ് കുറേ വലിയ ഗുണമില്ല, ഇനിയിപ്പോൾ മുകളിൽ വലിയ കായില്ല നിർത്തിയിട്ട് പിന്നെ ഇനി ഒരു ടെൻഷനാണ് അത് നിർത്തിയാൽ വലുതായി. അപ്പം അതിൻ്റെ പരിപാടി അപ്പം നമുക്ക് നോക്കാം അല്ലേ. അവിടെ ഇല്ല ഇപ്പം 3 രൂപയ്ക്ക് മാറ്റി. അതിൻ്റെ അടുത്തായിട്ട് പുതിയ ബിൽഡിംഗ് ഉണ്ട് അവിടെ. അടുത്ത് അതില്ല പോരണ്ടാ നീ പോരണ്ടാ പൊളിക്കും മത്തങ്ങുമ്പ കയറാന്. എന്തേ വാ, രണ്ടാക്കും കൂടെ കയറാം. നമുക്ക് രണ്ടാക്കും കയറാം. ഇതെന്നെ കെട്ടിടാന് മോളില് എന്നെ കെട്ടിടാന്. നല്ലൊരു തയ്യാണ് അല്ലേ. തല അങ്ങോട്ട് ചാടിപ്പോവോ? അത് അവിടെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വൈഡ് ചെയ്ത് നിൽക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് പോകും. അല്ല കുറച്ചുകൂടെ ആ വളവിലേക്ക് ചെന്നിട്ടേ മതിലെവിടെ വരണ്ട്. മതിൽ കൊപ്പട നേരെ അടി ഫുള്ളുണ്ടേ. അങ്ങോട്ട് അവിടെ വരെ അവിടെ നിന്നട്ടാ, അവിടെ നിന്നാ മതിട്ടാ. അവിടെ നിന്നാ അവിടെ നിന്നാ. ആ അവിടെ ഉണ്ടല്ലേ. വേണ്ട, ഇവിടെ നോക്കുമ്പോൾ കാണില്ലേ. ഇങ്ങോട്ട് നേരെ ഇവിടെ അല്ലേ, ഇങ്ങോട്ട് വിടാന്നുണ്ടല്ലോ തല പറ്റില്ലേ. നമുക്കൊരു ഒന്നും കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കിതിനെ ചുറ്റിടാം.
അതാകുമ്പോൾ നിപ്പിന് ഒരിത്തിരി കൂടെ കംഫർട്ട് കിട്ടുന്നു. ഇത് നമ്മളെ നാട്ടിൽ കേട്ടോ, നാട്ടിൽ തന്നെ ചെളിങ്ങാട് നമ്മളിപ്പോൾ നമ്മുടെ മദ്രസയാണ് ഇവിടെ പോയിരുന്ന പഠിച്ചിരുന്ന മദ്രസ, അതിൻ്റെ ബാക്കിലെ പള്ളി. എൻ്റെ വീടിരിക്കുന്നത് ആ ഭാഗത്താണ്. പള്ളിയുടെ അവിടെ നിന്ന് നേരെ ആ സൈഡിലോട്ട് മാറിയിട്ട് അത്യാവശ്യം കുറേ ഏരിയ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. കുറേ അറിയുന്ന വീടുകൾ, ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ മുകളിൽ ചെന്ന് കാണും. യൂട്യൂബിലോട്ട് ഞാൻ യൂട്യൂബ് അറിയോ? ഫോണിൽ കാണാറുണ്ടോ? വീഡിയോസൊക്കെ കാണാറുണ്ടോ? എവിടെ എന്തൊട്ടാണ്? ഏയ് അവിടെ ഒന്നുമില്ല. സൽമാൻ നമ്മളെ മുടിയൻ കാണൂല. വീടിൻ്റെ മുകളിൽ, ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ മുകളിൽ നമ്മളെ കടയിലുള്ള സൽമാൻ ഇക്കട മോന്. മരത്തുമ്മൽ പണിയുന്നവരുടെ പ്രത്യേകതയാണ് പല പല സ്ഥലങ്ങളിൽ പല പല രീതിയിലുള്ള മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. വല്ലാത്തൊരു രസം തന്നെയാണ് ഈ കാഴ്ച. ഹൈറ്റ് ഇങ്ങനെ കൂടും തോറും സംഗതി ടെൻഷനാണെങ്കിലും പക്ഷെ കാഴ്ചകൾ അത് ആസ്വദിക്കാൻ പറ്റും.
ഒരു പ്രത്യേക ഇതിൽ കിട്ടും. നമ്മളെ നാട് കറക്റ്റ് മനസ്സിലാവില്ല, ഏകദേശം ഇങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു രസകരമായ കാഴ്ചയാണ് മൊത്തം പരന്ന് കിടക്കുന്നത്. നമ്മളിവിടെ പിന്നെ മലകളോ അതൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു രീതിയിലാണ് കാണാം. മൊത്തം ഒരേ ലെവലിൽ ചെളിങ്ങാടാണിത്. അവിടെ നിന്ന് ഞങ്ങളൊരു 5 കിലോമീറ്റർ പോയാൽ കടൽ. വല്ലാത്തൊരു വീട് തന്നെ അല്ലേ വീട്, പഴയൊരു വീടൊരു അതിൻ്റെ ഉള്ളിൽ വല്ല ഉണ്ടാവട്ടാ. അവിടെ അട്ടി വീഴൂലേ? ഒതുങ്ങൂലേ? കംപ്ലീറ്റ് അവിടെ ഒതുങ്ങിക്കോളൂലേ? ആട്ടോ ഞാനിപ്പോൾ തെങ്ങിൻ്റെ മുകളിൽ മരത്തിൽ. ആ ശരി, എന്നാൽ വാട്സപ്പിലൊന്ന് വോയിസ് അയച്ചിട്ട് മറക്കാണ്ടിട്ടേക്കാം. ആ ശരി. നിസ്സാര സമയം തെങ്ങ് മുറിക്കാൻ പറ്റും. എഴുന്നോട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തെങ്ങ് മുറിക്കാനുള്ള പണി. മുറിക്കാൻ കുറേ അധികം റിസ്ക് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെറുതാക്കി ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി.
അത് കഴിഞ്ഞില്ലേ. ഇപ്പോൾ 2 മുട്ടയും കൂടെ കളഞ്ഞ കടന്ന് എടുത്താൽ പിന്നെ പണി തീരും. ഇത്രയേ ഉള്ളൂ തെങ്ങ് മുറിക്കാൻ. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മുറിച്ച് ഇറങ്ങാൻ പറ്റും. നല്ല സേഫ്റ്റി ആയിട്ടും നല്ല സമാധാനമാണ്. നമ്മൾ ഈ അരയിൽ കയറിയിട്ട് വെച്ച് നോക്കുന്ന കെട്ടി നിൽക്കുന്നതനുസരിച്ച് ഭയങ്കര സമാധാനമാണ്. ഇപ്പോൾ നമ്മൾ മെഷീൻ അരയിൽ കിടക്കും, ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമാധാനം. മറ്റേത് അരക്കയർ കെട്ടുമ്പോഴുള്ള വേദന ഇടങ്ങറ് ഇതൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് നിൽക്കാം. എങ്ങനെ വേണമെങ്കിലും സേഫ്റ്റി നമുക്ക് തോന്നുന്നത്. പലരുടെയും ചിന്തത് വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ സേഫ്റ്റി അല്ല എന്നുള്ളതാണ്. ഓൾറെഡി നമ്മളെ മേത്തത് ലോക്കായതുകൊണ്ട്, ബെൽറ്റ് ലോക്കായതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. ഇടാം. അതായത് ഇങ്ങനെ എടുത്താൽ മരത്തിലെടുത്തിട്ട് ഇങ്ങനെ ഇടാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി ഇങ്ങോട്ട് നിൽക്കും. അങ്ങനെ സംശയമുള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാം. സംഗതി ഇത് ഒരിക്കലും നേരിട്ടാലും പോവില്ല. വന്നില്ലല്ലോ മോളിക്ക് വന്നില്ലല്ലോ. ചൂടിൻ്റെ നോക്കിയാൽ ചൂട് വീടൊക്കെ നോക്കിയാൽ എന്താ തീറ്റൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൊടിന്ന് കണ്ട, പൊടിന്ന് പൊടി. ഇതൊന്നും ഇല്ലടാ. കുടിക്കോ? കുടിച്ചോക്ക്. ഗ്ലാസ് മേടിച്ചിട്ടാ മാടേന്ന് ഗ്ലാസ് തരാൻ പറ. ഇതെന്ത് കിട്ടണ രസമുണ്ടാ? ഇല്ലേ? തെങ്ങ് തെങ്ങ് നേരെ കാണുന്ന ചെറിയ വഴി അല്ലേ? ബൈക്കോ അങ്ങനെ നീങ്ങുന്ന തലപ്പൊടി വീഴും. അപ്പോൾ തെങ്ങിൻ്റെ പണി തീർന്നു. കട വരെ ഒതുങ്ങി. ഇവിടെ തന്നെ ഒതുക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ തന്നെ ഒതുക്കി വെച്ച് ഇല്ലാതെ ഇത്തിരിക്കോളം സ്ഥലമുള്ളൂ. മുറിച്ചിടാനായിട്ട് നമുക്ക് നീളത്തിൽ മുറിക്കണമെങ്കിലാണ് കുറേ സ്ഥലം വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ടെൻഷനും കുറവാണ്. നമുക്കും നല്ല ടെൻഷൻ കുറവാണ്. മുറിച്ച് പണിയിക്കുന്നവർക്കും ടെൻഷൻ കുറവാണ്. അത് സിമ്പിളായിട്ട് ഇതിങ്ങനെ മാറിപ്പോവും. പിന്നെ അത് തന്നെയല്ല വേഗം പണിയും. അത് കാരണമാണ് ഈ ഒരു രീതിയിൽ നിന്ന് മാറ്റി പിടിക്കാണ്ട് ഇങ്ങനെ തന്നെ പോകണം. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുത്തി മുറിച്ചിടാൻ ഇതിനൊക്കെ ആയിട്ട് ചെയ്യാം. അത് ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് കയറുമ്പോൾ തൂക്കി ഇറക്കണതൊക്കെ കയറുമ്പോൾ തൂക്കി ഇറക്കിയിരുന്നു. കുറേ കാലമായി ഇപ്പോൾ അതൊക്കെ ചെയ്തിട്ട് തെങ്ങ് മുറിക്കുന്നത് കംപ്ലീറ്റ് ഇപ്പോൾ ഇങ്ങനെ ചെറിയ മുട്ടിയാക്കാം.
ഇപ്പോൾ ആവശ്യക്കാരും കുറവാണ് തെങ്ങിനെ. ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുറിക്കേണ്ടി വരും. തെങ്ങ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്കോ അല്ലെങ്കിൽ വർക്കക്കാരൊക്കെ മേടിക്കുന്നതുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കും. അല്ലാത്തതൊക്കെ ഇങ്ങനെ വിറകിനെ ഇതാകുമ്പോൾ അവർക്ക് സൗകര്യം എടുത്ത് മാറ്റാനായാലും ഇനിയിപ്പോൾ വിറകാക്കണമെങ്കിൽ അതിന് ഒക്കെ സൗകര്യമായിട്ട് ഒതുങ്ങി കിട്ടുകയും ചെയ്യും. ഒറ്റ ടൈമിൽ നമുക്ക് പണി ഉണ്ടായിരുന്നു. മുകളിനെ തൊട്ട് പണി തീർന്ന് പോരല്ലോ. അതാ അപ്പോൾ അങ്ങനെ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ